മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 99.9% പാട്ടുകളിലും. പിന്നെ ഇതിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഹൈ ഡെഫിനിഷൻ ഓഡിയോ ട്യൂൺഡ് ബൈ ഡിറാക്. ഡിറാക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളത് ബോട്ട് റോക്കേഴ്സ് 333 ANC 330 ANC എന്നാൽ അവിടേക്ക് ആ ഒരു ഡിറാക് മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് നല്ല ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക ട്യൂൺ ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ഫീലിലാണ്. അതായത് നിങ്ങൾ ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ നത്തിങ് എക്സ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ പല EQ മോഡ്സ് നമുക്ക് കാണാം. ഈക്വലൈസറിൽ ഡിറാക് ഒപ്റ്റിയോ, അതുപോലെ തന്നെ റോക്ക്, ഇലക്ട്രോണിക്, പോപ്പ്, ക്ലാസിക്കൽ, എൻഹാൻസ്ഡ് വോക്കൽസ്, ഇനി അതെല്ലാം കസ്റ്റം ഒക്കെ ചെയ്യാം. ഈ ഡിറാക് ഒപ്റ്റിയോ ഇട്ടിട്ട് നമ്മൾ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നല്ല ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് പാട്ട് കേൾക്കുന്നത്. പ്രത്യേകിച്ച് എന്താ ഒരു സറൗണ്ടിങ് ഫീലൊക്കെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ആക്ച്വലി ഇംപ്രസ്ഡ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു നഗുമോ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൽ, അതൊക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല പക്കാ ഒരു എന്താ പറയുക 100% ഇട്ടിട്ട് പോലും എല്ലാ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനിൽ നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്രീമിയം ഇയർബഡിൽ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കുള്ളൊരു ഫീലില്ലേ, അത് തന്നെയാണ് എനിക്ക് ആക്ച്വലി ഇവിടെ ഈ ഒരു CMF by നത്തിങ് ബഡ്സിലും കിട്ടിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഡിറാക് അവിടെ നമ്മുടെ ബോട്ടിൽ ഇത്രയും വലിയ ഒരു ബേസ് ഡോമിനേറ്റഡ് ആക്കിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബേസ് ലവേഴ്സിനെ ആണല്ലോ അവർ ബോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം. ഞാൻ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം, നിങ്ങളൊരു ബേസ് ലവർ, അതായത് തലമണ്ടയ്ക്ക് അടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ളൊരു ബേസ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കരുത്. ഇപ്പം ഇത്രയും EQ മോഡ്സ് ഉണ്ടെങ്കിൽ പോലും കൂടാതെ അൾട്രാ ബേസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. ലെവൽ 1 മുതൽ ലെവൽ 5 വരെ ഉണ്ട്. പക്ഷേ ലെവൽ 5 ഇട്ടാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പക്ക എന്താ പറയുക തലമണ്ട അടിച്ച് പൊളിക്കുന്ന ബേസ് കിട്ടത്തില്ല ഇവിടെ. എന്നാൽ ഒരു നോർമൽ ബേസ് ലെവറാണ്. ഇനി അതല്ല കുറച്ചൊരു ഹെവി ബേസ് ലെവർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ പറഞ്ഞു എന്താ പറയുക ഈ തലമണ്ട അടിച്ച് പൊളിക്കുന്ന ബേസ് ഞാൻ പറഞ്ഞത് ചിലർക്ക് ഞാനൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ ബേസ് ആയിട്ടിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതുപോലും അവർ പറയണം ബ്രോ ഇത് ബേസ് പോരാ, ബേസ് കുറച്ചുകൂടി ബേസ് ഉള്ളത് പറയാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരത്താണ് ഞാൻ പറയുന്നത് ഈ തലമണ്ട അടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ള ബേസ് നിങ്ങൾ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. അങ്ങനെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റ് ആവും. മേ ബി ഒരു നെഗറ്റീവ് പറയണത് അങ്ങനെയുള്ളവരായിരിക്കാം. പക്ഷെ നല്ല സമാധാനത്തോട് കൂടിയിട്ട് എന്താ പറയുക ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷനോട് കൂടിയിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയറോടൊക്കെ കൂടിയിട്ട് ഒരു പാട്ടൊക്കെ കേൾക്കണം, എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോയിക്കോളൂ. ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകത്തില്ല.